നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? പ്രതാപ, ഇന്ന് നേരത്തെ ആണല്ലോ. ഇലക്ഷൻ വർക്കൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? കഴിഞ്ഞിട്ടില്ല ചേച്ചി. വൈകിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ടൗണിൽ. നിങ്ങൾ ഇരിക്കും. ഞാനേ പണിക്കാരോട് കരിക്കിടാൻ പറഞ്ഞിട്ടുണ്ട്. ചൂടിന് ഏറ്റവും ബെസ്റ്റ് കരിക്ക. ഈ നിർജ്ജലീകരണമൊന്നും ഉണ്ടാവില്ല. ശരീരം എപ്പോഴും കൂളായിരിക്കും. ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾ ഇരിക്കും. ബാക്കി പ്ലാനിംഗ് ഒക്കെ ഇനി കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ടാവും. സർ, അശോക് സർ. താനിരിക്കെ. താങ്ക് യു സർ. ബട്ട് നോ, ഞാൻ ഇരിക്കുന്നില്ല. സാർ എന്നെ ഏൽപ്പിച്ച കേസിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ലീഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് സാറിനോട് നേരിട്ട് കണ്ട് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഓക്കെ, എന്താണ് തനിക്ക് കിട്ടിയ ലീഡ്സ്? അല്ല സർ, നമുക്ക് അങ്ങോട്ട് മാറി നിന്നാലും. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ പോലെ തന്നെ ഈ കേസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാ ഇവിടെ ഉള്ളവരെല്ലാം. സോ യു ക്യാൻ. ചേച്ചിക്ക് അശോകിനെ പരിചയമില്ലേ? ഇല്ല. അശോക് കേരള പോലീസിലെ സ്പെഷ്യൽ ഇന്റലിജൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥനാണ്. ഹലോ. രാജുവിനുണ്ടായ ആക്സിഡന്റ് അത് ആക്സിഡന്റ് തന്നെയായിരുന്നു എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മിസ്റ്റർ അശോകിനോട് രാജുവിനുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അശോക് പറയൂ. വർമ്മ സാറിന്റെ ഊഹം ശരിയായിരുന്നു. രാജുവിന് സംഭവിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല. അതൊരു കൊലപാതക ശ്രമം തന്നെയായിരുന്നു. സർ, രാജുവിന് ഇടിച്ച വാഹനം ഒരു മഹാരാഷ്ട്ര രജിസ്റ്റേർഡ് കാറായിരുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ അതുണ്ടാകാൻ കാരണമായവർ ചിലപ്പോ പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് സാധാരണമാണ്. പക്ഷേ സംഭവം കണ്ടുനിന്ന ദൃക്സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് മനഃപൂർവ്വം ആരോ കാറ് രാജുവിനെ ഇടിക്കാനായി ഓടിച്ചതുപോലെ തോന്നി എന്നാണ് മനസ്സിലാക്കാനായത്. പിന്നെ ആ കാറിന്റെ നമ്പർ അത് ഫേക്ക് ആയിരുന്നു സർ. ആ കാറിലുണ്ടായിരുന്ന വെഹിക്കിൾ നമ്പർ അത് കൊച്ചി സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ സ്കൂട്ടറിന്റെ നമ്പറാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് പ്ലാൻ ചെയ്തതും നടത്തിയതും ഈ നാട്ടിൽ തന്നെയുള്ള രാജുവിന്റെ മൂവ്മെന്റ്സ് ശരിക്കും അറിയാവുന്ന ആരോ ആണ്. രാജു, തനിക്കാരെങ്കിലും സംശയമുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.